ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ടോപ്പിക്ക് പോയിൻ്റർ ആൻഡ് സ്ട്രിങ് എന്നുള്ളതാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പോയിൻ്റർ ആൻഡ് അറേ എന്നുള്ള കൺസെപ്റ്റാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ലെറ്റസ് ഡു എന്ന് പറയുന്ന ഒരു സെക്ഷൻ്റെ അകത്ത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റുമോ നോക്കണം. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ രണ്ടും സെയിം ആണ്. ഇൻറ്റ് ഒരു പോയിൻ്റർ വേരിയബിൾ, ന്യൂ ഇൻറ്റ് 10. സെക്കൻഡ് കേസിലും അത് തന്നെ. The only difference is, in the first case, this 10 is, the value of 10 is given in parenthesis, and in the second case, 10 is given in square bracket. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? നമുക്കറിയാം ന്യൂ എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒബ്വിയസ്ലി ഇതൊരു ഡൈനാമിക് ഓപ്പറേഷൻ ആയിരിക്കും. പക്ഷേങ്കിൽ ഇവിടുത്തെ വാല്യൂസ് തന്നിരിക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്. ഫസ്റ്റ് വൺ നമുക്കറിയാം അതൊരു പാരന്തസിസിലാണ്, and second one is in square bracket. So what is the difference between the two statements? അതെന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ആൻസർ ചെയ്യുക. ഓക്കെ, പോയിൻ്റർ ആൻഡ് സ്ട്രിങ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളിനി നോക്കുന്നത്. നമുക്കറിയാം സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഡബിൾ കോട്ട്സിൽ എഴുതുന്ന ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ വെൽക്കം എന്നുള്ള ഒരു സ്ട്രിങ് എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എൻക്ലോസ്ഡ് ബിറ്റ്വീൻ എന്താണ്, ഡബിൾ കോട്ട്സ് ആണ്. സോ ദിസ് ഈസ് എ സ്ട്രിങ്. ഓക്കെ, നമ്മുടെ ടോപ്പിക്ക് പോയിൻ്റർ ആൻഡ് സ്ട്രിങ് എന്നാണ്. നമുക്ക് പോയിൻ്റർ എന്നുള്ള കൺസെപ്റ്റ് അറിയാം, സ്ട്രിങ് എന്നുള്ള കൺസെപ്റ്റ് അറിയാം. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഓക്കെ, അപ്പം പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ പോയിൻ്റർ യൂസ് ചെയ്യുന്ന, അതായത് ഒരു ഇൻറ്റിജറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്തപ്പോൾ ഓർക്കുന്നുണ്ടോ, നമ്മളൊരു പോയിൻ്റർ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അഡ്രസ്സ് കൊടുത്തു, അതിൻ്റെ ബേസ് അഡ്രസ്സ് ആയിരിക്കും എടുക്കുന്നത്. നമ്മൾ അറേയുടെ ടോപ്പിക്കിലൊക്കെ കണ്ടതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പോയിൻ്ററും സ്ട്രിങ്ങും കൂടെ കമ്പൈൻ ചെയ്തുള്ള, പോയിൻ്ററും സ്ട്രിങ്ങും കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അറേയുടെ പേര് str എന്നാണ്. അതിൻ്റെ സൈസ് 10. നമുക്കറിയാം അതിൻ്റെ കമൻറ്റ് തന്നിരിക്കുന്നത് ക്യാരക്ടർ അറേ ഡിക്ലറേഷൻ. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്നതും, പക്ഷേ ക്യാരക്ടർ അറേ ആണ്. ആൻഡ് ഇറ്റ് സൈസ് ഈസ് 20. ദെൻ ദർ ഈസ് വൺ പോയിൻ്റർ വേരിയബിൾ. ആ പോയിൻ്റർ വേരിയബിളിൻ്റെ പേര് sp എന്നുള്ളതാണ്. അത് പോയിൻ്റർ വേരിയബിൾ ആണെന്ന് നമുക്കറിയാം. സ്റ്റാർ ഓപ്പറേറ്റർ ഉണ്ട്. ഡേറ്റ ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കും. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഈ ക്യാരക്ടർ ഇവിടെ ക്യാരക്ടർ ആണെങ്കിൽ അത് പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിലും ക്യാരക്ടർ തന്നെ ആയിരിക്കണം. നമ്മൾ ഇൻ്റ് ആയിരുന്നപ്പോൾ ഇവിടെ ഇൻ്റ് ആയിരുന്നു, ഫ്ലോട്ട് ആയിരുന്നപ്പം ഫ്ലോട്ട് ആയിരുന്നു. നമുക്കിത് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് 20 എന്നുള്ള സൈസിന് പകരം അവിടെ 10 എന്ന് കൊടുക്കാം. നോക്കുക, അതിങ്ങനെ ആയിരിക്കുമല്ലോ. ക്യാരക്ടർ str ഓഫ് 10 എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യും. അതിൻ്റെ നമുക്കറിയാം ഫസ്റ്റ് ഇൻഡെക്സ് ഈസ് 0, സെക്കൻഡ് വൺ ഈസ് 1 ആൻഡ് അപ് ടു 9 ഇൻഡെക്സ് ഉള്ള, എന്നാൽ 10 സ്പേസസ് ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യും. അടുത്ത ലൈനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പോയിൻ്റർ വേരിയബിളാണ് sp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് പോയിൻ്റർ എന്ന് ഓർത്തിച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, നമ്മൾ ക്യാരക്ടർ സ്റ്റാർ sp എന്ന് പറയുമ്പോൾ sp എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. നമുക്കതിന് അറിയാം, അതിന് സൈസ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു വേരിയബിളാണ്. sp എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ചെയ്തേക്കുന്നത് എന്താണ്? നമുക്കൊരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം സ്ട്രിങ് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോഗ്രാമിലേക്ക് വരാം. എങ്ങനെയായിരിക്കും? നമുക്കറിയാം ഈ 7th ലൈൻ നോക്കിക്ക്, എൻ്റർ എ സ്ട്രിങ് എന്ന് കൊടുത്തു. ഞാൻ ആ സ്ട്രിങ്ങിൻ്റെ അവിടെ ഞാൻ എൻ്റർ ചെയ്യുന്ന സ്ട്രിങ് വെൽക്കം എന്നാണ്. ഓക്കെ, ഞാൻ അവിടെ വെൽക്കം എന്നുള്ള ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യുകയാണ്. നമുക്ക് അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോകാം. നമുക്കറിയാം വെൽക്കം എന്ന് കൊടുത്താൽ എന്ത് വരും? ഇവിടെ w വരും അല്ലേ, ഇവിടെ e എന്ന് വരും, ഇവിടെ l എന്ന് വരും, അടുത്ത ലൊക്കേഷനിൽ c, അടുത്തത് o, അടുത്തത് m, അടുത്തത് e. ക്ലിയർ ആണല്ലോ? അത് കഴിഞ്ഞിട്ട് തന്നെ ലാസ്റ്റിൻ്റെ അകത്ത് നമുക്കറിയാം ഒരു നൾ ക്യാരക്ടർ കാണും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ വെൽക്കം എന്നുള്ളത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടത്തേന്
ഈ സ്പേസ് ധാരാളമാണ്. നമുക്കറിയാം 6 വരും +1 ഫോർ നൾ ക്യാരക്ടർ. ഓക്കെ, ഇനി അടുത്ത ലൈനിൽ എഴുതിയേക്കുന്നത് എന്താണ്? SP അസൈൻസ് ടു STR എന്ന്. SP എന്ന് പറഞ്ഞാൽ എന്താ? ഈ SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റർ വേരിയബിളാണ്. SP അസൈൻസ് ടു STR. SP അസൈൻസ് ടു STR. ഓക്കെ, SP എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം സ്ട്രിംഗ് പോയിന്ററാണ്. സ്ട്രിംഗ് പോയിന്റിൻ്റെ അകത്ത് എന്താ? STRൻ്റെ അകത്തെ വാല്യൂ ആണ്. STRൻ്റെ അകത്തെ വാല്യൂ എന്താ? വെൽക്കം. സോ വെൽക്കം എന്നുള്ളത് ഇപ്പോൾ ഏതിൻ്റെ അകത്തുണ്ട്? SP എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലുണ്ട്. നമുക്ക് ക്ലിയർ ആണല്ലോ? നമുക്കൊന്ന് നോക്കാം. നമ്മളടുത്ത ലൈനിൽ Cout എൻ്റർ എ സ്ട്രിംഗ് എന്ന് കൊടുത്തു. നമ്മൾ എന്ത് എഴുതി? വെൽക്കം. ആ വെൽക്കം എഴുതുന്ന ഏതിൻ്റെ അകത്തുണ്ട്? STRൻ്റെ അകത്തുണ്ട്. ശരിയാണല്ലോ? ആ വെൽക്കം എഴുതിയത് ഏതിൻ്റെ അകത്തുള്ള നോക്കി? STR എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിലുണ്ട്. ഓക്കെ, ഇനി ചെയ്തേക്കുന്നത് നമ്മൾ അടുത്ത ലൈനിൽ എഴുതി SP അസൈൻസ് ടു STR. അതിൻ്റെ അർത്ഥം എന്താ? ഈ STRൻ്റെ അകത്തെ വാല്യൂ ഏതാണ്? ഈ കേസിൽ വെൽക്കം. അത് ഏതിലുണ്ട്? SP-യിലേക്ക് അസൈൻ ചെയ്തു. ഇതിൻ്റെ അർത്ഥം അറിയാമല്ലോ, അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ഏതാ? വെൽക്കം. STRൻ്റെ അകത്തെ വാല്യൂ അത് ഏതിലേക്ക് സ്റ്റോർ ചെയ്തു? SP-യിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ SP അസൈൻസ് ടു STR. നമ്മൾ ഇനി STR പ്രിന്റ് ചെയ്യുക. STR പ്രിന്റ് ചെയ്യുമ്പോൾ STRൻ്റെ അകത്തെ വാല്യൂ പ്രിന്റ് ആകും. ഇതിൻ്റെ അകത്ത് STRൻ്റെ അകത്തൊരു ക്യാരക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് ആണ്. അപ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? നമുക്കറിയാം വെൽക്കം എന്നായിരിക്കും STR പ്രിന്റ് ചെയ്യുമ്പോൾ. നമുക്കൊരു ക്വസ്റ്റ്യൻ, SP എന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ, Cout SP എന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? നമുക്കറിയാം SP-ക്കകത്ത് എന്താ? STRൻ്റെ വാല്യൂ ആണ്. സോ Cout SP എന്ന് കൊടുത്താലും എന്ത് കിട്ടും? സെയിം തന്നെ കിട്ടും. ശരിയാണല്ലോ? നമ്മൾ Cout STR എന്ന് പറഞ്ഞാൽ STRൻ്റെ അകത്തെ വാല്യൂ. STRൻ്റെ അകത്ത് എന്താ? ഈ വെൽക്കം എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇവിടെ നമ്മൾ ചെയ്ത അടുത്ത ലൈനിൽ 9th ലൈനിൽ STRൻ്റെ അകത്തെ വാല്യൂ വെൽക്കം എന്ന് ഓർത്തോണം. അത് SP എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുക. അപ്പോൾ STR പ്രിന്റ് ചെയ്താലും SP പ്രിന്റ് ചെയ്താലും സെയിം ആണ്. നമുക്കൊന്ന് നോക്കാം. ഇതൊന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ കൊടുക്കാം. വെൽക്കം എന്ന് കൊടുത്തു, എൻ്റർ അടിക്കുമ്പോഴത്തേന് നോക്കുക, ഫസ്റ്റ് കേസ് ഇതാണ്. അതായത് 10th ലൈനിൻ്റെ ഔട്ട്പുട്ടാണ് ഇത്. വെൽക്കം എന്ന് കിട്ടി. 11th ലൈനിൽ SP-യുടെ വാല്യൂ പ്രിന്റ് ചെയ്തു, അതും വെൽക്കം ആണ്. ഓക്കെ, എന്നാലും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് നമുക്ക് ഈ പോയിന്റർ. അതായത് പോയിന്റർ സ്ട്രിങ്ങുമായിട്ട് യൂസ് ചെയ്യുമ്പോൾ സാധാരണ കേസിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. നമുക്കിനി Cout SP എന്ന് കൊടുക്കാം. Cout SP നമുക്ക് ആ പുസ്തകത്തിൽ തന്നിരിക്കുന്ന അതുപോലെ തന്നെ നോക്കാം. Cout SP ഔട്ട്പുട്ട് എന്തായിരിക്കും? SP-ക്കകത്ത് നമുക്കറിയാം STR. അപ്പം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചെയ്തു. Cout SP എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം അവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് വെൽക്കം എന്ന് തന്നെയാണ്, Cout SP. ഓക്കെ, അടുത്ത ലൈൻ നോക്കുക. Cout അഡ്രസ് ഓഫ് STR ഓഫ് 0. നോക്കുക, STR ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലേ? ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് Cout, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. Cout അഡ്രസ് ഓഫ് STR എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ഓഫ് 0. ഇവിടെ നമ്മൾ സാധാരണ ഇൻറ്റിജറുമായിട്ട് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേന് എന്തായിരിക്കും ഇവിടെ ആൻസർ കിട്ടേണ്ട? ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണല്ലോ. അതായത് ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഈ 0 എന്ന് പറയുന്ന ഇൻഡെക്സ്, അതായത് അതിൻ്റെ അകത്തെ വാല്യൂ W ആണ്, അത് സ്റ്റോർ ചെയ്യുന്ന ഒരു ഹെക്സ അഡ്രസ് ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് ഇൻറ്റിജർ കേസിൽ. പക്ഷെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം പറഞ്ഞു, നമ്മൾ ഈ ക്യാരക്ടർ യൂസ് ചെയ്യുമ്പോൾ ഇത് ഡിഫറെൻ്റ് ആണ്. പോയിന്ററും ക്യാരക്ടറും കൂടെ, അല്ലെങ്കിൽ പോയിന്ററും സ്ട്രിങ്ങും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേന് ഈ കൺസെപ്റ്റ് മാറും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? Cout ഇതിൻ്റെ അഡ്രസ് ഓഫ് എന്നാണ് അല്ലേ? അഡ്രസ് ഓഫ് STR എന്ന് പറയുന്ന അറേയുടെ 0 എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യാൻ. അതേതാണ്? STR എന്ന് പറയുന്ന അറേയുടെ 0 എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളത് കൊടുത്തേക്കുവാണ്. ഓക്കെ, ഇതിൻ്റെ അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേന് നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് ആൻസർ കിട്ടുന്ന വെൽക്കം എന്നുള്ളതാണ്. നോക്കിക്ക്, 3ാമത്തെ ലൈനാണെന്ന് ഓർത്തോണേ. അതായത് 12ാമത്തെ ലൈൻ ആണ് ഇവിടെ പറയുന്നത്.
12ാമത്തെ ലൈനിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക, സി ഔട്ട് str ഓഫ് 0. നമുക്ക് സാധാരണ ഇൻറ്റീജർ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ഹെക്സ ആയിരുന്നു വരുന്നത്. ഇവിടെ പക്ഷെ വന്നിരിക്കുന്നത് എന്താണ്, ആ ഫുൾ സ്ട്രിങ്. അതിൻ്റെ അർത്ഥം സി ഔട്ട് ഒരു സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ്റെ അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോൾ സ്ട്രിങ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. വെൽക്കം എന്നുള്ള ആ ഹോൾ സ്ട്രിങ് പ്രിന്റ് ചെയ്തു. ശരിയാണോ? നമ്മൾ എഴുതിയ കോഡും കൂടെ കാണാം, സി ഔട്ട് str ഓഫ് 0. എന്നാൽ നമുക്കിനി സി ഔട്ട് str ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? അതായത് ഈ സ്ട്രിങ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ അറേയുടെ 1 എന്ന് പറയുന്ന ലൊക്കേഷനെ അഡ്രസ്സാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ത് വരും നോക്കണം. നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആൻസറാണ് അവിടെ വരുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിക്കോ. സി ഔട്ട് ഇവിടെ str ഓഫ് 0 വരുന്നപ്പോൾ എന്താ കിട്ടിയേ? നമുക്കറിയാം വെൽക്കം എന്നാണ് കിട്ടിയത്. ഇവിടെ str ഓഫ് 1, ഈ പിക്ചറും കൂടെ നോക്കുക. അതായത് 1ൻ്റെ അവിടെ e ആണ്. ഓക്കെ, ഇവിടുത്തെ അഡ്രസ്സാണ് ഹെക്സയാണ്, ഇൻറ്റീജറിൻ്റെ കേസിലാണ് പ്രിന്റ് ചെയ്യുന്നത്. സ്ട്രിങ് ഓഫ് 0 കൊടുത്തപ്പോൾ നമുക്ക് ഹോൾ സ്ട്രിങ് പ്രിന്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സ്ട്രിങ് എന്ന് പറയുന്ന ഈ str എന്ന് പറയുന്ന അറേയുടെ 1 എന്ന് പറയുന്ന ലൊക്കേഷനിലെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യാനാണ്. ഓക്കെ, നമ്മളത് പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എന്തായിരിക്കും നോക്കുക. എക്സിക്യൂട്ട് ചെയ്തു. നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് വെൽക്കം എന്ന് തന്നെ കൊടുത്തു. നോക്കുക എന്താണ് ആൻസർ കിട്ടിയെന്ന് നോക്കിക്കേ. W മാറിയിട്ട് ഫസ്റ്റ് ക്യാരക്ടർ മാറിയിട്ട് ബാക്കിയുള്ളത് പ്രിന്റ് ചെയ്തു. ഇവിടെ വെൽക്കം എന്ന് എഴുതിയേക്കുന്നത് അല്ലേ, W ഇല്ല. അതായത് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറയാം. നമ്മൾ ഏത് പൊസിഷനാണ്, നമുക്ക് സ്റ്റാർട്ടിങ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹോൾ സ്ട്രിങ് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് ബാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് കേസ് ഒഴിച്ച് ബാക്കിയുള്ള സ്ട്രിങ്, അതിനെ സബ്സ്ട്രിങ് എന്നാണ് പറയുന്നത്. സബ്സ്ട്രിങ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇവിടം തൊട്ട് അങ്ങോട്ട് പ്രിന്റ് ചെയ്യും. അത് ഏതാണ്? ELCOME എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണ്. കം എന്ന് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കം എന്ന് എനിക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടി പറയുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മളിവിടെ str ഓഫ് 3 എന്നൊന്ന് കൊടുത്തേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ അകത്ത് 3 എന്ന് പറയുന്ന ലൊക്കേഷൻ തൊട്ടുള്ള അങ്ങോട്ട്, അതിന് പറയുന്ന പേര് സബ്സ്ട്രിങ് എന്നാണ്. അപ്പോൾ ഈ മെയിൻ സ്ട്രിങ്ങിൻ്റെ സബ്സ്ട്രിങ് ഇവിടം തൊട്ടുള്ള വാല്യൂസ് എടുത്തിട്ട് അത് പ്രിന്റ് ചെയ്യും. നമുക്ക് നോക്കാം അങ്ങനെയാണോ കിട്ടുന്നത് നോക്കാം. കമ്പൈല് ബിൽഡ് ആൻഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. സെയിം സ്ട്രിങ് തന്നെ കൊടുക്കുന്നു, വെൽക്കം എന്ന് കൊടുക്കുന്നു. ഓക്കെ, വെൽക്കം എന്ന് കൊടുക്കുന്നു. നോക്കിക്കേ, കം എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഇൻറ്റിജർ പോയിന്ററും ക്യാരക്ടർ പോയിന്ററും തമ്മിൽ വ്യത്യാസം എന്താ? സ്ട്രിങ് പോയിന്ററും തമ്മിൽ നമുക്കിവിടെ 0 ആയിരുന്നെങ്കിൽ, ഇവിടെ 0 ആയിരുന്നപ്പോൾ എന്തായിരുന്നു? ഹോൾ സ്ട്രിങ് പ്രിന്റ് ചെയ്യും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫുൾ സ്ട്രിങ് പ്രിന്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഫുൾ സ്ട്രിങ് ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്, തേർഡ് ലൈൻ. ഓക്കെ, എന്നാൽ ഇതല്ലാതെ, അതായത് ഫസ്റ്റ് ഇൻഡെക്സ് അല്ലാതെ വേറെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും, ഞാനിപ്പം 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? നമുക്ക് ഈ പിക്ചർ നോക്കിയിട്ട് പറയാമോ? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? L തൊട്ടുള്ള സബ്സ്ട്രിങ് പ്രിന്റ് ചെയ്യും. ശരിയാണോ നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ വെൽക്കം എന്ന് തന്നെ കൊടുക്കുന്നു. നോക്കുക, നമുക്ക് വെൽക്കം എന്ന് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താ? നമുക്ക് ലാസ്റ്റ് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പറയാം. അപ്പം ഇതാണ് സി ഔട്ട് str2 എന്ന് പറയുമ്പോഴത്തേന് ആ പൊസിഷനിൽ പ്രിന്റ് ചെയ്യുന്നു. ആ പൊസിഷൻ തൊട്ടുള്ള ബാക്കി പ്രിന്റ് ചെയ്യുന്നു. ഇനി നോക്കുക, സി ഔട്ട് SP എന്ന് പ്രിന്റ് ചെയ്തത് എന്തായിരുന്നു? നമ്മൾ നോക്കി സി ഔട്ട് SP എന്ന് പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് എന്താ? ഓർക്കുന്നുണ്ടോ? നമുക്ക് ഇവിടെ തന്നെ നോക്കാം. സി ഔട്ട് SP എന്ന് കൊടുത്തപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്ത് ഇത് സെക്കൻഡ് ലൈനിൽ നോക്കണം, കോഡിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. വെൽക്കം എന്ന് കൊടുത്തു. നമുക്ക് ഫുൾ സ്ട്രിങ് പ്രിന്റ് ചെയ്തു, സി ഔട്ട് SP എന്ന് കൊടുത്തപ്പോൾ. ഇനി അടുത്തത് നോക്കുക, സി ഔട്ട് SP+1 എന്ന് കൊടുത്തു. അപ്പോൾ SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ അറേ റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് പോയിന്റ് ചെയ്യുന്ന പോയിന്ററാണ്. ഇവിടെ SP+1 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ പഴയ രീതി ഇപ്പോൾ തന്നെ ആകും. നോക്കുക, ഇവിടെ SP+1 എന്ന് കൊടുത്തു. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. സെക്കൻഡ് ലൈനാണ്, ബിൽഡ് എക്സിക്യൂട്ട്. ഇവിടെ വെൽക്കം എന്ന് കൊടുത്തു. നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് നേരത്തെ സംഭവിച്ച പോലെ തന്നെ സംഭവിച്ചു. എന്താണ്? ഫസ്റ്റ് ക്യാരക്ടറിനെ ഒമിറ്റ് ചെയ്തിട്ട്, ഫസ്റ്റ് ക്യാരക്ടറിനെ ഡിസ്കാർഡ് ചെയ്തിട്ട് സെക്കൻഡ്, അതിൻ്റെ സബ്സ്ട്രിങ്, അതായത് ഫസ്റ്റ് പൊസിഷൻ തൊട്ട് ലാസ്റ്റ് വരെ ഉള്ളത് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ SP+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം, വെൽക്കം എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
തേർഡ് ക്യാരക്ടർ തൊട്ട് അവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക സെക്കൻഡ് ലൈനാണ് കം എന്ന് വന്നു. നമുക്ക് കം എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അപ്പം SP എന്നുള്ളത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് നോക്കിക്കേ, SP+1 വന്നപ്പോഴത്തേന് നമ്മുടെ ഈ കേസിൽ പ്രോഗ്രാമിന്റെ P ഒഴിച്ച് ബാക്കിയുള്ളത് എല്ലാം വന്നു, പ്രോഗ്രാം എന്ന് വന്നു. ഇനി അഡ്രസ് ഓഫ് STR+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകണ്ട, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ പറയുന്നത് വീഡിയോ കണ്ടിട്ടത്തേന് ഒരു മുമ്പേ വരച്ച പോലെ ഇതുപോലെ ഒരു ക്യാരക്ടർ അറേ വരച്ചിട്ട് ഇതിൻ്റെ എല്ലാം കോഡ്സ് ഒന്ന് ചെയ്ത് നോക്കുക, അപ്പോഴത്തേന് ക്ലിയർ ആവും. Cout അഡ്രസ് ഓഫ് STR+1 ഇതെല്ലാം അതുപോലെ തന്നെയാണ്. ഈ STR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് പ്രിന്റ് ചെയ്യും. +1 എന്ന് പറയുമ്പോഴത്തേന് ഇതിൻ്റെ സബ്സ്ട്രിങ് ആ പൊസിഷൻ തൊട്ട് ലാസ്റ്റ് വരെയുള്ളത്. സോ ഇതിൻ്റെ ആൻസറും ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി നോക്കുക Cout STR(0) എന്ന്. ഓക്കെ, നമ്മൾ പഴയ കൺസെപ്റ്റിലേക്ക് പോവാണ്. Cout STR(0) എന്ന് പ്രിന്റ് ചെയ്യാൻ പോവാണ്. Cout STR(0). ഓക്കെ, എൻലൈൻ കൊടുത്തു. നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കാം. STR എന്ന് പറയുന്ന അറയിലെ 0 എന്ന് പറയുന്ന പൊസിഷൻ പ്രിന്റ് ചെയ്യുക. നോക്കിക്കേ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, Cout STR(0). നേരത്തെ നമ്മൾ ചെയ്തതിന്റെ വ്യത്യാസം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നു. നമ്മൾ മുമ്പേ ചെയ്തത് Cout അഡ്രസ് ഓഫ് STR(0) ഇവിടുത്തെ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അതൊരു സ്ട്രിങ് ആയതുകൊണ്ട് ഹോൾ ക്യാരക്ടർ അവിടെ തൊട്ടുള്ള ആ ഹോൾ സ്ട്രിങ് പ്രിന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ സാധാരണ രീതിയിൽ STR എന്ന് പറയുന്ന അറയിലെ 0 എന്ന് പറയുന്ന ഇൻഡെക്സിലെ വാല്യൂ പ്രിന്റ് ചെയ്യുക. STR എന്ന് പറയുന്ന അറേ അതിൻ്റെ 0 എന്ന് പറയുന്ന ഇൻഡെക്സിലെ വാല്യൂ പ്രിന്റ് ചെയ്യുക. വാല്യൂ എന്താണ്? W ആണ്. നമുക്ക് അതാണോ പ്രിന്റ് ചെയ്തതെന്ന് നോക്കാം. നമ്മളിവിടെ കോഡ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെൽക്കം എന്ന് കൊടുത്തു. നോക്കിക്കേ, ആ ക്യാരക്ടർ പ്രിന്റ് ചെയ്തു. W എന്നുള്ള ക്യാരക്ടർ ആണല്ലോ വെൽക്കം എന്നുള്ളതിൻ്റെ അകത്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഇവിടെ STR1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? നോക്കുക, സെക്കൻഡ് ക്യാരക്ടർ പ്രിന്റ് ചെയ്തു. ശരിയാണോ? ഈ സ്ട്രിംഗ് എന്ന് പറയുന്ന അറയിലെ ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂ E ആണ്. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ Cout STR ഇവിടെ വ്യത്യാസം നിങ്ങൾ കണ്ടു കാണും. നേരത്തെ അകത്ത് നമ്മൾ തൊട്ട് മുന്നിൽ ചെയ്ത് അഡ്രസ് ഓഫ് യൂസ് ചെയ്തപ്പോഴത്തേനാണ് പറഞ്ഞു. ഇത് നമ്മൾ സാധാരണ രീതിയിൽ. ഇനി Cout പോയിന്റർ SP എന്ന് കൊടുത്തു. Cout പോയിന്റർ SP കൊടുക്കാൻ പോവാണ്. നോക്കി അതെങ്ങനെയാണ് കൊടുക്കുന്നത്? Cout *SP എന്ന് കൊടുത്തു. ഓക്കെ, ലൈനും കൂടെ കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. SP എന്ന് പറയുന്ന ഈ പോയിന്റർ വേരിയബിൾ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഈ സെയിം സ്ട്രിങ് കോപ്പി ചെയ്തേക്കുന്നത്. നമ്മളത് നേരത്തെ പറഞ്ഞു, ആ സെയിം സ്ട്രിങ് അതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഇനി എന്ത് കൊടുത്താലും നേരത്തെ പറഞ്ഞിരിക്കുന്ന കോഡ് പോലെ തന്നെയാണ്. നോക്കുക, ഇവിടെ Cout *SP. അപ്പോൾ നമുക്കറിയാം സ്റ്റാർ അവിടെ യൂസ് ചെയ്തപ്പോഴത്തേന് അതിൻ്റെ അകത്തെ ആ ഫസ്റ്റ് ആ ലൊക്കേഷനിലുള്ള ഡീറെഫറൻസ് ആണല്ലോ, അതിനകത്തെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇത് കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേന് എൻ്റർ എ സ്ട്രിങ് വെൽക്കം എന്ന് കൊടുത്തു. നോക്കുക, Cout *SP എന്ന് കൊടുത്തപ്പോഴത്തേന് W എന്നാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. നമുക്ക് Cout അഡ്രസ് ഓഫ് STR. ഇനി ഇവിടെ ചെയ്തേക്കുന്നത് എന്താ വ്യത്യാസം? ഇവിടെ അഡ്രസ് ഓഫ് STR(0) ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു. Cout അഡ്രസ് ഓഫ് STR, അതായത് ഈ STR എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിൻ്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ STR എന്ന് പറയുന്നത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് അഡ്രസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ നിങ്ങളെല്ലാം കൂടെ ചെയ്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകില്ല. നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഡ്രസ് ഓഫ് ആണ്. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അഡ്രസ് ഓഫ് STR എന്ന്. ഇതാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ ഇൻഡെക്സും കൂടെ അതിൻ്റെ പൊസിഷനും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ Cout സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ പഠിച്ച പോലെ തന്നെ Cout അഡ്രസ് ഓഫ് STR എന്ന് കൊടുക്കാൻ പോവാണ്. Cout അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ഏതാണ്? STR. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം ഈ STR എന്ന് പറയുന്ന ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്നതിൻ്റെ അഡ്രസ്സ്. അപ്പം വെറുതെ STR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ബേസ് അഡ്രസ്സിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? ഇത് ഈ കമ്പ്യൂട്ടറിൽ
സ്റ്റോർ എടുക്കുന്ന മെമ്മറിയുടെ ലൊക്കേഷൻ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, വെൽക്കം എന്ന് പറയുന്ന ഈ ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്ന അതിൻ്റെ അഡ്രസ്സ്, ഇങ്ങനൊരു അഡ്രസ്സ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ ഈ STRന്റെ അഡ്രസ്സ് കൊടുത്തപ്പോൾ, അതിൻ്റെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇതാണ് 0x60FE8D8. ഓക്കെ, നമ്മൾ SP എന്ന് പറയുന്ന ഈ പോയിന്റർ വേരിയബിളിൻ്റെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യുമ്പോൾ വ്യത്യാസമായിരിക്കും. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, വ്യത്യാസമായിരിക്കും അല്ലേ. അത് വേറൊരു ലൊക്കേഷനിലാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പം SPയുടെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യാനുള്ള കോഡ് എങ്ങനെ എഴുതും പറയാമോ? വളരെ സിമ്പിളായിട്ട് പറയാം. Cout എങ്ങനെയായിരിക്കും? അഡ്രസ് ഓഫ് SP. പറഞ്ഞത് രണ്ട് അഡ്രസ്സിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വെൽക്കം എന്നുള്ള സ്ട്രിങ് എൻ്റർ ചെയ്തു. നോക്കുക, രണ്ട് ഡിഫറെൻ്റ് അഡ്രസ് ആണോ നോക്കിക്കേ. ഫസ്റ്റ് കേസിൽ അഡ്രസ് ഓഫ് STRന്റെ അഡ്രസ് ആയത്. സെക്കൻഡ് കേസിൽ SP എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ കണ്ടോ, വേറൊരു ലൊക്കേഷനിലാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നോക്കുക, Cout അഡ്രസ് ഓഫ് SP എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ എഴുതിയ അഡ്രസ് ഓഫ് SP. അഡ്രസ് ഓഫ് SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SP പോയിന്റ് ചെയ്യുന്നതിൻ്റെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക്കാണ്. നമ്മൾ എക്സാമ്പിൾ ഈ വീഡിയോ 1-2 വട്ടം കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വേറൊരു എക്സാമ്പിളുമായിട്ട് ഈ സെക്ഷൻ തന്നെ ഒന്നും കൂടെ എടുക്കാം. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് ഇനിയും വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ചപ്പോൾ നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? പോയിന്റർ ആൻഡ് സ്ട്രിങ്. ഇനി നോക്കുക, ഇത് നമുക്ക് പറയുമ്പോഴത്തേനും ഇത് ക്ലിയർ ആവും. Okay, a string contained in an array cannot be copied into another character array using assignment operator. അതെന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഒരു സ്ട്രിങ്, അതായത് നോക്കുക, ഇവിടെ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് ഒരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ ഇതിൻ്റെ അകത്ത് പോയിന്റർ അല്ലായിരുന്നു എന്ന് വെച്ചു. ഓക്കെ, ഇത് പോയിന്റർ അല്ലായിരുന്നു, ഇവിടെ വേറെ ഒരു അറേ ആയിരുന്നു. അറേ എങ്ങനെ എഴുതും? SP of 10 എന്ന് കൊടുത്തു. ഓക്കെ, ഓക്കെ, നോക്കി, ഇവിടെ രണ്ട് അറേയാ. ഫസ്റ്റ് അറേയുടെ പേര് STR, സെക്കൻഡ് അറേയുടെ പേര് SP. ഇവിടെ SP അസൈൻസ് ടു STR എന്ന് കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, അങ്ങനെ കൊടുത്തല്ലോ എന്ന്. നേരത്തെ നമ്മൾ കൊടുത്തത് എന്തായിരുന്നു? ഇവിടെ ഒരു പോയിന്ററാണ് കൊടുത്തത് അല്ലേ, ക്യാരക്ടർ പോയിന്റർ SP എന്ന്. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു അറേയിലെ വാല്യൂ വേറൊന്നിലേക്ക് ഈ ഈക്വൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ച് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇങ്ങനെ, അതായത് ഒരു അറേയിലെ വാല്യൂ വേറൊരു അറേയിലേക്ക് ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഇതൊരു അറേ, ഇതൊരു അറേ. നമുക്കറിയാം, ഇത് 10 എന്ന് വരുമ്പോൾ ഇവിടെ 10 ലൊക്കേഷൻ കാണും. ഓക്കെ, ഇങ്ങനെ 10 ലൊക്കേഷൻ കാണും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണ്, ഒരു അറേയിലെ വാല്യൂ വേറൊരു അറേയിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പക്ഷേ കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഓപ്പറേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? strlen എന്നാണ് അല്ലേ, ഓർക്കുന്നുണ്ടോ? strlen, സ്ട്രിങ് 1ലെ വാല്യൂ സ്ട്രിങ് 2ലേക്ക് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്? string 1, string 2 എന്നാണ്, ഓർക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് അവിടെ ഒരു ഫംഗ്ഷനാണ്, ഒരു സ്ട്രിങ് ഫംഗ്ഷനാണ് യൂസ് ചെയ്ത് strcpy അല്ലേ, സ്ട്രിങ് കോപ്പി strcpy. നമ്മളിവിടെ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്നും കൂടെ പറയാം. ഒരു സ്ട്രിങ് കണ്ടെയ്ൻഡ് ഇൻ ആൻ അറേ, അതായത് ഈ കേസിൽ ഈ സ്ട്രിങ്ങിൻ്റെ അകത്തെ വാല്യൂ വെൽക്കം ആണ്. ഈ വെൽക്കം എന്ന് പറയുന്ന ഈ STRലെ വാല്യൂ SP എന്ന് പറയുന്ന വേറൊരു ക്യാരക്ടർ അറേയിലേക്ക്, പോയിന്റർ എല്ലാം ഓർത്തോണം, ക്യാരക്ടർ അറേയിലേക്ക് നമുക്ക് ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ച് നമുക്ക് പിന്നെ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് പകരം നമ്മൾ യൂസ് ചെയ്ത ഫംഗ്ഷൻ എന്താണ്? strcpy. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ എക്സാമ്പിൾ, നമ്മൾ തൊട്ട് മുന്നിലത്തെ എക്സാമ്പിൾ നമ്മൾ കണ്ടു കാണും. ഇവിടെ നമ്മൾ അങ്ങനെ കോപ്പി ചെയ്തു, ഓർക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ കോപ്പി ചെയ്തു. പക്ഷെ എങ്ങനെ കോപ്പി ചെയ്ത്? ഇത് കറക്റ്റാണ്. ഇവിടെ ഇങ്ങനെ ചെയ്താൽ കറക്റ്റാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ നമ്മൾ പോയിന്ററാണ് യൂസ് ചെയ്തത്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് നോക്കുക. ബട്ട് ദ അസൈൻമെന്റ് ഈസ് പോസിബിൾ വിത്ത് ക്യാരക്ടർ പോയിന്റേഴ്സ്. നമ്മളിപ്പം ചെയ്ത പോലെ ക്യാരക്ടർ പോയിന്റർ ആണെങ്കിൽ ഇത് പോസിബിൾ ആണ്. The statement SP assigns to STR, നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, SP assigns to STR. The statement SP assigns to STR
ആൻഡ് cout.sp ഷോ ദിസ് ഫാക്ട്. നമ്മളിത് ചെയ്ത് കണ്ടതാണ്. നമുക്ക് കോപ്പി ചെയ്തപ്പോഴത്തേന് സെയിം തന്നെയാണ് കിട്ടി. അതായത് cout.str എന്ന് കൊടുത്തപ്പോഴും നമുക്ക് cout.str എന്ന് കൊടുത്തപ്പോഴും cout.sp എന്ന് കൊടുക്കുമ്പോഴും സെയിം വെൽക്കം എന്നുള്ളതാണ് കിട്ടിയത്. ഇറ്റ് പ്രൂവ്സ് that a character pointer can be used to store a string and this pointer can be considered as a string variable. നോക്കുക, ഈ പോയിന്റ് പറഞ്ഞേക്കുന്നത് ഒന്നും കൂടെ നോക്കുക. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇറ്റ് പ്രൂവ്സ് ദാറ്റ് എ ക്യാരക്ടർ പോയിന്റർ ക്യാൻ ബി യൂസ് ടു സ്റ്റോർ എ സ്ട്രിങ്. ഒരു ക്യാരക്ടർ പോയിന്ററിന് ഒരു ഹോൾ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് പോയിന്റർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്ട്രിങ് വേരിയബിൾ. സ്ട്രിങ് വേരിയബിളിന് തുല്യവുമാണ്. ദാറ്റ് ഈസ് we use character array name to refer string data. Character pointer can also serve the same. നമ്മൾ ചെയ്ത് നോക്കിയതനുസരിച്ച് നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇനി നോക്കുക. അനദർ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് ഈസ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് cout നോക്കുക അഡ്രസ് ഓഫ് str0. നമ്മൾ അഡ്രസ് ഓഫ് str0 എന്ന് കൊടുത്തപ്പോഴത്തേന് ഈ സ്ട്രിങ് കംപ്ലീറ്റ് ആയിട്ടാണ് പ്രിന്റ് ചെയ്ത്. ഓർക്കുന്നുണ്ടോ? വെൽക്കം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടാണ് പ്രിന്റ് ചെയ്തത്. നോക്കുക, cout അഡ്രസ് ഓഫ് str0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുൾ സ്ട്രിങ് പ്രിന്റ് ചെയ്ത്. ഇതൊരു ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ നമുക്കറിയാം ആ ഫസ്റ്റ് ലൊക്കേഷൻ്റെ ബേസ് അഡ്രസ്സിൻ്റെ അഡ്രസ് ആയിരുന്നു പ്രിന്റ് ചെയ്തത്. പക്ഷെ ഇവിടെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് വ്യത്യാസം എന്താ? ഇപ്പം നമുക്ക് വ്യത്യാസം മനസ്സിലായി കാണും. cout ഇതെന്താണ്? അഡ്രസ് ഓഫ് str0 എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇതൊരു ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ ഈ 0 എന്ന് പറയുന്ന ലൊക്കേഷൻ ബേസ് അഡ്രസ്സിൻ്റെ ഹെക്സാഡെസിമൽ അഡ്രസ്സാണ് പ്രിന്റ് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു ക്യാരക്ടർ ആയതുകൊണ്ട് അഡ്രസ് ഓഫ് str0 എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്, ഒരു സ്ട്രിങ്ങിൻ്റെ ആകുമ്പോഴത്തേന് നമുക്ക് അവിടെ ഒരു ഹെക്സാഡെസിമൽ അല്ല പ്രിന്റ് ചെയ്തത്, മറിച്ച് ആ ഫുൾ സ്ട്രിങ് ആണ് പ്രിന്റ് ചെയ്തത്. ഇത് ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് ലൊക്കേഷൻ. അതിന് പറയുന്ന പേര് ബേസ് അഡ്രസ് എന്നാണ്. ദാറ്റ് മീൻസ് if we access the address of a string data we get the string itself. നമ്മൾ ഒരു സ്ട്രിങ്ങിൻ്റെ അഡ്രസ്സിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രിങ് ആയിരിക്കും കിട്ടുന്നത്. എന്തായിരിക്കും കിട്ടാത്തത്? ഹെക്സാഡെസിമൽ നമ്പർ അല്ല, അതിൻ്റെ ലൊക്കേഷൻ അല്ല കിട്ടുന്നത്, മറിച്ച് ആ സ്ട്രിങ് തന്നെയായിരിക്കും. ബട്ട് str0 ആൻഡ് *sp gives the first character of the string. അതെല്ലാം നമ്മൾ കണ്ടതാണ്. str0 എന്ന് പറഞ്ഞാൽ str എന്ന് പറയുന്ന അറേയിലെ 0 എന്ന് പറയുന്ന ഇൻഡെക്സിലെ ക്യാരക്ടർ w എന്ന് പ്രിന്റ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ക്യാരക്ടർ പോയിന്റർ. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാരക്ടർ പോയിന്റർ? ഓക്കെ, ഒരു ക്യാരക്ടർ അറേ അപേക്ഷിച്ച് ക്യാരക്ടർ പോയിന്ററിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ ക്യാരക്ടർ അറേ അറിയാം. എന്താണ് ക്യാരക്ടർ അറേ? ഇതുപോലെ str10. ഇങ്ങനെ ഒരു ക്യാരക്ടർ അറേയെ അപേക്ഷിച്ച് ഇതുപോലെയുള്ള ഒരു ക്യാരക്ടർ പോയിന്ററിന്റെ അഡ്വാൻറ്റേജസ് ആണ്. നോക്കുക, എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? യൂസ് ഓഫ് ക്യാരക്ടർ പോയിന്റർ ഫോർ സ്റ്റോറിംഗ് സ്ട്രിംഗ് ഓഫേഴ്സ് ദ ഫോളോവിംഗ് അഡ്വാൻറ്റേജസ് ഓവർ ക്യാരക്ടർ അറേ. സിൻസ് ദർ ഈസ് നോ സൈസ് സ്പെസിഫിക്കേഷൻ എ സ്ട്രിംഗ് ഓഫ് എനി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി സ്റ്റോർഡ്. ഇവിടെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നോക്കുക, ഈ SP എന്ന് പറയുന്ന ഈ ക്യാരക്ടർ പോയിന്റർ ഉണ്ടല്ലോ, ഇതിന് സൈസ് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് എന്ത് സൈസ് ആയിരുന്നു, ഉദാഹരണത്തിന് ഇവിടെ 50 ആണെങ്കിൽ ആ 50യും സ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമ്മളിവിടെ സൈസ് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് നോക്കുക. ഫസ്റ്റ് വൺ, സിൻസ് ദർ ഈസ് നോ സൈസ് സ്പെസിഫിക്കേഷൻ എ സ്ട്രിംഗ് ഓഫ് എനി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി സ്റ്റോർഡ്. അതുകൊണ്ട് എന്താണ്? ദർ ഈസ് നോ വേസ്റ്റേജ് ഓർ ഇൻസഫിഷ്യൻസി ഓഫ് മെമ്മറി സ്പേസ്. നമുക്ക് ആവശ്യമുള്ള സ്പേസ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് മെമ്മറിയുടെ ഇൻസഫിഷ്യൻസി പോരായ്മ വരുന്നില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ഡൺ വിത്ത് ഇനിഷ്യലൈസേഷൻ. പക്ഷെ അത് ഇനിഷ്യലൈസേഷൻ നമുക്ക് അടുത്ത എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? cout enter a string, അത് നമ്മൾ സ്റ്റോർ ചെയ്യുകയായിരുന്നു ഇതിലേക്ക്. അതിന് പകരം ഇനിഷ്യലൈസേഷൻ നടത്താം. എങ്ങനെ ഇനിഷ്യലൈസേഷൻ നടത്താവുന്ന? ക്യാരക്ടർ str assigns to നമുക്ക് ആ വെൽക്കമിൻ്റെ തന്നെ കൊടുക്കാം. എങ്ങനെയായിരിക്കും? ഈക്വൽസ്, നമുക്കറിയാം ഇവിടെ നമ്മൾ വെൽക്കം എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാവുന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഒരു സെക്ഷൻ നോക്കാം. ഇനി നോക്കാം, അസൈൻമെന്റ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ് ടു കോപ്പി സ്ട്രിങ്സ്. നേരത്തെ പറഞ്ഞു രണ്ടും ക്യാരക്ടർ അറേ ആയിരുന്നെങ്കിൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ പറ്റത്തില്ല, മറിച്ച് അവിടെ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് വേറൊന്നിലേക്ക് കോപ്പി ചെയ്യാൻ strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യണം. എന്നാൽ ക്യാരക്ടർ പോയിന്റർ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാവുന്ന ഒരു സ്ട്രിങ്ങിനെ വേറൊന്നിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി. Any characters in the string can be referenced using the concept of pointer
arithmetic which makes access faster. ഇതിൻ്റെ അർത്ഥം എന്താണ്? Any character in the string can be referenced using the concept of pointer. പോയിന്റർ ഉപയോഗിച്ച് ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് ഏത് ക്യാരക്ടറിനെ വേണേലും റെഫർ ചെയ്യാം. നമ്മൾ അതിൻ്റെ തേർഡ് ലൊക്കേഷൻ എൽ എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏത് ലൊക്കേഷനെ വേണേലും നമുക്ക് ഈ പോയിന്റർ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. Array of strings can be managed with optimal use of memory space. ഈ array of strings എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ഇപ്പം ജസ്റ്റ് ഇതിൻ്റെ തിയറി പാർട്ട് മാത്രം നോക്കുക. Array of strings can be managed with optimal use of memory space. ഈ optimal use of memory space എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി സ്പേസിനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ array of strings എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്, ചെറിയൊരു സെക്ഷൻ, പക്ഷേ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും കുറേ വലുതായി. പക്ഷേ നമുക്കത് നിങ്ങൾക്ക് അഡ്രസ്സ് ഈ ഓപ്പറേറ്ററിൻ്റെ സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ബേസ് അഡ്രസ്സ് അല്ല, എന്തുകൊണ്ട് അവിടുന്ന് ബേസ് ആ ഒരു അഡ്രസ്സ് അല്ല പ്രിന്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഈ എക്സാമ്പിളിൽ കൂടെ മനസ്സിലായി കാണും. ജസ്റ്റ് ഈ വീഡിയോ 1-2 വട്ടം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ക്യാരക്ടർ പോയിന്റർ നോക്കി വെക്കുക, ഈ പ്രോഗ്രാം ചെയ്യുക. ഈ പ്രോഗ്രാം ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരച്ച് അതിൻ്റെ അകത്തൊരു വാല്യൂ കൊടുക്കുക. അത് കഴിഞ്ഞ് പുസ്തകത്തിൽ തന്നിരിക്കുന്ന പോലെ ഈ ഒരു ഭാഗങ്ങളിൽ പേജ് നമ്പർ 32ൻ്റെ അകത്തുണ്ട്, അത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നേ ഉള്ളൂ. നമ്മൾ പക്ഷേ ലൈവായിട്ടൊരു പ്രോഗ്രാമിൽ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടു. ഇതിൻ്റെ അകത്തുനിന്ന് പരീക്ഷയ്ക്ക് 3 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, പക്ഷേ നമുക്ക് ആ മാർക്ക് നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. അപ്പം പോയിന്റർ ആൻഡ് സ്ട്രിങ് എന്നുള്ളതാണ്. സാധാരണ ഒരു ഇൻറ്റിജർ യൂസ് ചെയ്യുമ്പോഴും എന്നാൽ ഒരു ക്യാരക്ടറെ യൂസ് ചെയ്യുമ്പോഴും സ്ട്രിങ് യൂസ് ചെയ്യുമ്പോഴും പോയിന്റർ വ്യത്യസ്തമായിട്ടാണ് അതിനെ ആക്സസ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തപ്പോഴത്തേന് ബേസ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ട്രിങ്ങിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് ആ സ്ട്രിങ് ഹോൾ സ്ട്രിങ് പ്രിന്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടു. ഇതെല്ലാം നോക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് അറേ ഓഫ് സ്ട്രിങ്സ് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.